നമുക്കറിയാം ഒരു സമയത്ത് ഇന്ത്യൻ നെയ്മർ, അത് അണ്ടർ-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്ന സമയത്ത് ഇന്ത്യൻ നെയ്മർ എന്നൊക്കെ എല്ലാവരും വിളിച്ച താരമാണ് കോമൽ തട്ടാൽ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കരിയർ എന്ന് പറയുന്നത് വളരെയധികം മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ FC അവരുടെ പ്രീ സീസൺ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡ്യൂറൻ കപ്പിന് വേണ്ടി അവരുടെ എല്ലാ ബി ടീം താരങ്ങളെല്ലാം ആ ഒരു ട്രെയിനിങ് സെക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ട്രെയിനിങ് സെക്ഷൻ നമുക്ക് കോമൽ തട്ടാലിലേക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൈനിങ് തന്നെയാണ്. എന്തായാലും ഈ ഒരു സൈനിങ്ങിൻ്റെ കാര്യമൊന്നും അറിയിച്ചില്ല. ചിലരൊക്കെ പറയുന്നു അദ്ദേഹത്തെ ഡ്യൂറൻ കപ്പിന് വേണ്ടി മാത്രം ടീമിലേക്ക് എത്തിക്കുകയാണെന്ന്. അവിടെ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ ഇതിന് മെയിൻ ടീമിലേക്ക് അവസരം ലഭിക്കുള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് അനൗൺസ്മെൻ്റ് ഒന്നും ഇതുവരെ നമ്മുടെ ചെന്നൈയിൻ FC നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഡ്യൂറൻ കപ്പിന് വേണ്ടി മാത്രമായിരിക്കാം അദ്ദേഹത്തിന് ടീമിലേക്ക് എടുത്ത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറാഡ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്കും ഇദ്ദേഹത്തെ അറിയാമെന്ന് അറിയില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇദ്ദേഹത്തെ കൂടുതൽ പേർക്കും. കാരണം അദ്ദേഹം നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരിശീലകനായിരുന്നു. യുവാൻ ഫെറാൻഡയും ജെറാഡ് ന്യൂസും ആ രണ്ട് യുവ പരിശീലകന്മാർ ഇവർക്കിടയിൽ നടന്ന ഒരു വഴക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഗ്രീസ് നാഷണൽ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചാണ്. നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഹെഡ് കോച്ചിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നാണ്. അതിപ്പോൾ ഏതാണ്ട് 300-400 ആയെന്ന് തോന്നുന്നു അപേക്ഷകൾ. നമുക്ക് കണ്ടു തന്നെ അറിയണം ആരായിരിക്കും ആ ഒരു കോച്ചിങ് പൊസിഷനിലേക്ക് വരാൻ പോകുന്നതെന്ന്.